നീ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോൾ ദിയയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ ഉത്തരവാണ്. ആലാട്ട് വീട്ടിൽ നടന്ന എല്ലാ മരണങ്ങളും കൊലപാതകങ്ങളായി. ആക്സിഡൻ്റ് ആണെന്ന് ദിയ സംശയിച്ച ആ മരണവും. പക്ഷേ കേസിൻ്റെ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എലിസബത്തിൻ്റെ മരണമാണ്. അവിടെയാണ് നമുക്കിതിൻ്റെ മുന്നിൽ ഒരു കൊലപാതകം ഉണ്ടായിരിക്കാമെന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചത്. ഒരു സ്ത്രീ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് തൻ്റെ ഭർത്താവല്ലാത്ത അന്യൻ ഒരാളെ ക്ഷണിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ അവളുടെ ജാരനായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും. കഴിഞ്ഞ കുറേയധികം നാളുകളായി നമ്മളിതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റപ്പെടൽ, ടെൻഷൻ, ഡിപ്രഷൻ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ആത്മഹത്യ മാത്രമാണ് ഒരേ ഒരു പോംവഴി എന്നുള്ള തോന്നലാണ് മാഡം ഇപ്പോൾ. ഇപ്പം ഈ കഴിക്കുന്ന മരുന്നുകളൊന്നും മാഡം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാരമേ അല്ല. താൽക്കാലികമായൊരു ആശ്വാസത്തിനപ്പുറം ഇപ്പം ഇതിനെയൊക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി. അതിനേക്കാളും ഭേദം ആത്മഹത്യയാണെന്ന് ഞാൻ പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാഡത്തിൻ്റെ ഹസ്ബൻഡ്, ചേട്ടൻ, ഭാര്യ ഇവരാരും ഈ ഒരു അവസ്ഥയിൽ കൂടെയില്ല. ദേവർ സെൽഫിഷ്. നമ്മളെപ്പം മരിക്കണം, എങ്ങനെ മരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതൊരു ഭീരുത്വമല്ല. സഞ്ജയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയാതിരുന്ന ഫാലിപ്പ് 06 mg എന്ന ഗുളിക എലിസബത്ത് കഴിച്ചത്. അവരുടെ സൈക്കാട്രിസ്റ്റായ താങ്കൾ എന്താണത് മറച്ചു വെച്ചത്? യു ആർ ആക്ച്വലി അബറ്റിംഗ് ഹെർ ടു കമ്മിറ്റ് സൂയിസൈഡ്. ഞാൻ തന്നെയാണ്. ഇതൊക്കെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതല്ലേ. പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഇതന്നെയല്ലേ സഞ്ജയ് ആ കുടുംബത്തിലെ മറ്റുള്ളവരോടും ചെയ്തു? പക്ഷേ നിങ്ങളെ കൂടാതെ ഒരാൾ കൂടെ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരം സഞ്ജയ് അറിയുന്നത് പിറ്റേ ദിവസം. അന്ന് നീ കാറെടുക്കാതെ ആലാട്ടെത്തിയതിനും പിറ്റേന്ന് രാവിലെ ഓട്ടോയിൽ തിരിച്ചു പോയതിനും ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അലക്സിൻ്റെ കയ്യിൽ നിന്നും ജോഷിയുടെ കയ്യിൽ നിന്നും കണക്കില്ലാതെ കുറേ കാശ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. കള്ളം. സഞ്ജയ് എന്താ മറ്റു രണ്ടുപേരുടെയും പേര് പറയാറുണ്ട്? അവർ പുറത്തുണ്ടെങ്കിൽ രക്ഷിച്ചോളും എന്ന് കരുതിയിട്ടാണ്. സഞ്ജയ് ഒരു പൈസ പോലും ജോഷിയുടെ കയ്യിൽ നിന്നും അലക്സിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടില്ല. സഞ്ജയിൻ്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം ആലാട്ട് കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളായിരുന്നു, അല്ലേ? സംഗതി മൂന്നായിട്ട് വീതം വയ്ക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കളം വരച്ചത് നമ്മൾ മൂന്നുപേരും കൂടെ ആണേലും ഇറങ്ങിക്കളിക്കുന്നത് ഞാനല്ലേ. എനിക്ക് ന്യായമായിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ? എത്ര?
പകുതി എനിക്ക്, ബാക്കി എലിസബത്ത് വിൽപ്പത്രത്തിൽ പറഞ്ഞ ട്രസ്റ്റിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കാതിരിക്കുമോ സഞ്ജയ്? ആ ട്രസ്റ്റിൽ ട്രസ്റ്റികളായിട്ടുണ്ടായിരുന്നതിൽ പ്രധാനികൾ നിങ്ങൾ 3 പേരുമായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ആത്മഹത്യയുടെ കഥകളും അലക്സിൻ്റെ മകളുടെ ആക്സിഡൻറ്റിൻ്റെ രഹസ്യമൊക്കെ ഇവർ തന്നെയാണ് പറഞ്ഞത്. കുടുംബത്തിലെ കൊലപാതകങ്ങളിൽ 4 പ്രതികൾ അറസ്റ്റിൽ. നേരത്തെ ആത്മഹത്യകളാണെന്ന് കരുതിയിരുന്ന ജെസി ടീച്ചറെ ഒന്നുകിൽ വന്നേ, ഒരു മിറാക്കിൾ കാണിച്ചു തരാം. ഓക്കെ, CM പേഴ്സണലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ വേറൊരു പ്രമാദമായ കേസിൻ്റെ ഫയൽ എന്നെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഫാദറിൻ്റെ മുടുക്കാണെന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ആ പാർട്ടിക്കിടയിലും ശ്രദ്ധിച്ചു. ഫാദറിൻ്റെ മുഖത്ത് എന്താ ഒരു വാട്ടം. ആ കുട്ടിയില്ലേ അമ്മയ, അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ഐ തിങ്ക് ഷീസ് ക്യാരിങ് എ ബർഡൻ. അവളുടേതല്ലാത്തൊരു ഭാരം. ആ വിട്ടുകളെ ഫാദർ, നമ്മളെ കേസ് കഴിഞ്ഞില്ലേ? ഇല്ല ശേഖർ, നമ്മളുടെ കേസേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ കേസ് തുടങ്ങാൻ പോകുന്നതിലും